അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഹമ്മദ് എന്ന കുട്ടി മക്കയിൽ വളർന്നു. അവനൊരു കൗമാരക്കാരനായി, യുവാവായി, യുവത്വത്തിൽ അവൻ നല്ലൊരു കച്ചവടക്കാരനായി. ആ ചെറുപ്പക്കാരൻ്റെ സത്യസന്ധതയും വിശ്വസ്തതയും സ്വഭാവ ഗുണങ്ങളുമൊക്കെ അറബികൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ആ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ്റെ ഗുണങ്ങൾ നാട്ടിലൊക്കെ പാട്ടാണ്. ഖുവൈലിദിൻ്റെ പുത്രി ഖദീജ ഖുറൈശികളുടെ കൂട്ടത്തിലെ നല്ലൊരു കച്ചവടക്കാരിയാണ്. വർത്തക പ്രമാണിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. അവരുടെ കാതുകളിലും മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ പറ്റിയുള്ള വിവരങ്ങളെത്തി. തൻ്റെ കച്ചവടത്തെ മുഹമ്മദിനെ ഏൽപ്പിച്ചാലോ എന്ന് ഖദീജ ബീവി ആലോചിച്ചു. 25-ാമത്തെ വയസ്സിൽ ഖുവൈലിദിൻ്റെ പുത്രി ഖദീജയുടെ കച്ചവട ചരക്കുകളുമായി, സമ്പത്തുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഷാമിലേക്ക് പുറപ്പെട്ടു. ഖദീജ ബീവി അവരുടെ കച്ചവടത്തിൻ്റെ നേതൃത്വം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ കച്ചവട യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖദീജ അവരുടെ അടിമയായിരുന്ന മൈസറയെ കൂടി അയക്കുന്നുണ്ട്. യാത്രയിലുടനീളം മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ്റെ സത്യസന്ധതയും വിശ്വസ്തതയും പെരുമാറ്റവും സംസാര രീതിയും വിനയവുമൊക്കെ മൈസറയെ ശരിക്ക് സ്വാധീനിച്ചു, അവരെ നന്നായിട്ട് ആകർഷിച്ചു. വലിയ ലാഭവുമായിട്ടാണ് മുഹമ്മദ് എന്ന കച്ചവടക്കാരൻ ഷാമിൽ നിന്ന് മക്കയിൽ തിരിച്ചെത്തുന്നത്. ആ കച്ചവട ഇടപാട് മാത്രം മതി ആ ചെറുപ്പക്കാരൻ്റെ സത്യസന്ധതയും വിശ്വസ്തതയും ഒരാൾക്ക് ബോധ്യപ്പെടാൻ. പോരാത്തതിന് മൈസറ ആ യാത്രക്കിടയിൽ കണ്ട കാഴ്ചകളൊക്കെ ഖദീജ ബീവിയുമായി പങ്കുവച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തതയെ പറ്റിയിട്ടും സത്യസന്ധതയെ പറ്റിയിട്ടും സ്വഭാവ ഗുണങ്ങളെ പറ്റിയിട്ടുമൊക്കെ മൈസറ ഖദീജ ബീവിയോട് സംസാരിച്ചു. ഖദീജ ബീവി ഒരു വിധവയായിരുന്നു. മുമ്പ് 2 തവണ അവരുടെ വിവാഹം നടന്നിട്ടുണ്ട്. ആ ജീവിത പങ്കാളികൾ 2 പേരും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് പല പ്രമുഖരും വിവാഹം ആലോചിച്ചു എങ്കിലും ആ വിവാഹത്തിനൊന്നും ഖദീജ ബീവി ഒരുക്കമായിരുന്നില്ല. എന്നാൽ മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ ഖദീജ ബീവിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നായി. ഈ വിവരം ഖദീജ അവരുടെ സുഹൃത്തായ നഫീസയെ അറിയിച്ചു. നഫീസ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കണ്ടു, സംസാരിച്ചു, വിവരം പറഞ്ഞു, അഭിപ്രായം ചോദിച്ചു. ആ വിവാഹത്തോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും താല്പര്യം പ്രകടിപ്പിച്ചു. നബി ഈ വിവാഹാലോചനയെപ്പറ്റി ഉപ്പയുടെ സഹോദരങ്ങളോട് സംസാരിച്ചു. ഉപ്പയുടെ സഹോദരന്മാർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പെണ്ണന്വേഷിച്ചുകൊണ്ട് ഖദീജ ബീവിയുടെ ഉപ്പയുടെ സഹോദരൻ്റെ അരികിലെത്തി. വിവാഹാലോചന നടന്നു, വിവാഹം നടന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 25-ാമത്തെ വയസ്സിൽ നമ്മുടെ ഉമ്മ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചിരിക്കുന്നു. ബനു ഹാഷിമുകാരും മുദർ ഗോത്രത്തിലെ നേതാക്കന്മാരുമൊക്കെ ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. ഖദീജ ബീവിക്ക് അന്ന് 40 വയസ്സാണ് പ്രായമെന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. വിവാഹം നടക്കുന്ന സമയത്ത് ഖദീജ ബീവിക്ക് എത്ര വയസ്സായിരുന്നു എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോകുന്നില്ല. അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1ാമത്തെ ഭാര്യയാണ് ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യമായി വിശ്വസിച്ച സ്ത്രീയാണവർ. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല. ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ, മാ ഗിർതു അലാ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അലാ ഖദീജ
ഖദീജയോട് തോന്നിയ അത്ര ദേഷ്യം എനിക്ക് നബിയുടെ വേറൊരു ഭാര്യയോടും തോന്നിയിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജയോടുള്ള സ്നേഹത്തിൻ്റെ ആഴവും തീവ്രതയും അത്ര വലുതായിരുന്നു. ഖദീജ ബീവി മരിച്ചതിന് ശേഷവും വീട്ടിലൊരു ആടിനെ അറുക്കുമ്പോൾ ആ ആട്ടിൻ്റെ മാംസം ഖദീജയുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചിരുന്ന താല്പര്യവും ആവേശവും ശ്രദ്ധയും എത്ര വലുതായിരുന്നു. അതൊക്കെയാണ് ആയിഷ ബീവിയെ ചൊടിപ്പിച്ചത്. ഖദീജ നമ്മൾ വേറെ തന്നെ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. നമുക്കൊരുപാട് പാഠങ്ങളുണ്ട് ആ ജീവിതത്തിൽ. ഖദീജ ബീവിയെ പറ്റിയിട്ട് പിന്നീട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അള്ളാഹു സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തെ പറ്റിയും നമ്മുടെ ഉമ്മ ഖദീജ ബീവിയെ പറ്റിയിട്ടുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിശേഷങ്ങളുമായി നമുക്കിനിയും ഒത്തുചേരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.